പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ട മക്കളെ, ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് കോഴിക്കോട് ടൗണിലെ മദർ ഓഫ് ഗോഡ് കത്തീഡ്രലിനെ കുറിച്ചാണ്. മാതൃ ദൈവമാതാ കത്തീഡ്രൽ 1498 ഇവിടെ ആദ്യമായി പോർച്ചുഗീസ് മിഷണറിമാർ വാസ്കോ ഡി ഗാമയോടൊപ്പം വന്ന് തുടങ്ങിയ ആ ഒരു പള്ളി. പ്രിയപ്പെട്ടവരെ, ഈ ദേവാലയവും ഈ അൾത്താരയും ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുക. ഈ അൾത്താരയിൽ നോക്കി എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം അനേകം വിശുദ്ധരായ മിഷണറിമാർ ബലിയർപ്പിച്ച ബലിവേദിയിലാണ്. പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ബലിവേദിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ ഭയങ്ങളും നിങ്ങളുടെ ആകുലതകളും എല്ലാം കർത്താവിന് സമർപ്പിക്കുക. പ്രത്യേകിച്ച് കടബാധ്യതകൾ ഇന്ന് ഒരു ക്യാൻസർ പോലെ എത്രയോ കുടുംബങ്ങളെയാണ് കാർന്ന് തിന്നുന്നത്. 12 കോടി, 20 കോടി, 2 കോടി, ലക്ഷക്കണക്കിന് രൂപയുടെ കടങ്ങൾ, ബാങ്ക് ലോണ്, ബാങ്കിൽ തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈ ദേവാലയത്തിലെ അൾത്താരയിൽ കർത്താവിൻ്റെ ആത്മാവ്, യേശുവിൻ്റെ ആത്മാവ് ഈ വചനം കേൾക്കുന്ന, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ മേൽ എഴുന്നള്ളി വരികയാണ്. സാത്താനെയും അവൻ്റെ സകല ശക്തികളും തകർക്കപ്പെടുക. നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ, നിങ്ങളുടെ സമ്പത്തിൻ്റെ മുകളിൽ, നിങ്ങളുടെ ജോലിയുടെ മുകളിൽ, നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ മുകളിൽ കയറിയിരിക്കുന്ന പൈശാചിക ശക്തികളെയും തിന്മയുടെ ആധിപത്യങ്ങളെയും നെഗറ്റീവ് എനർജികളെയും അകാരണമായ ദുഃഖങ്ങളെയും കടം തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥകളെയും ഇന്ന് കർത്താവിന് സമർപ്പിക്കുക. അതിനെ നിങ്ങളുടെ സമ്പത്തിനെയും നിങ്ങളുടെ ജോലിയെയും നിങ്ങളുടെ പ്രതീക്ഷകളെയും നിങ്ങളുടെ സന്തോഷങ്ങളെയും കുരുക്കിയിട്ടിരിക്കുന്ന പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, രോഗത്തിൻ്റെ, കണ്ണുവെക്കലിൻ്റെ എല്ലാ ദുരാത്മാക്കളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ദൈവമാതാ കത്തീഡ്രലിലെ അൾത്താരയുടെ കൃപയിൽ ഞാൻ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ഞാൻ ബഹിഷ്കരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, കണ്ണുനീരോടെ, വിശ്വാസത്തോടെ, പ്രാർത്ഥനകളോടെ ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേരുക. ഇന്നേ ദിനം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. ഇന്നേ ദിനത്തിൽ നിങ്ങളുടെ നിയോഗങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞാൻ പ്രത്യേകം സമർപ്പിക്കുക. എല്ലാ അപകടങ്ങളിൽ നിന്ന് ഇന്ന് നിങ്ങൾ സംരക്ഷിതരാകട്ടെ. ശത്രുക്കളിൽ നിന്നും നിങ്ങളുടെ നാശം ആഗ്രഹിച്ച് നിങ്ങളുടെ ചുറ്റും വട്ടമിട്ട് പറക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും, എല്ലാ അസൂയാലുക്കളിൽ നിന്നും, എല്ലാ പരദൂഷകരിൽ നിന്നും, നിങ്ങളുടെ സൽപ്പേര് കെടുത്തുന്ന, നിങ്ങൾക്ക് നാശം വരാനും നാശം വിതക്കാനും ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന, ചിന്തിക്കുന്ന, അതിനുവേണ്ടി കാര്യങ്ങൾ ഒരുക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ ലിയോ 14 പാപ്പ എനിക്ക് നൽകിയ അധികാരത്തിൽ, എനിക്ക് നൽകിയ ബ്ലെസ്സിങ്ങിൽ, എൻ്റെ മെത്രാൻ എനിക്ക് നൽകിയ അധികാരത്തിൽ, എനിക്ക് നൽകിയ ബ്ലെസ്സിങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളെ ഇന്നേ ദിനം നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന സകലവിധ നാശകരമായ ജീവികളോടും പ്രകൃതി വിരുദ്ധ ശക്തികളോടും ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ കെണികളോടും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ ദൈവമക്കളെ വിട്ട് ദൂരെ പോകാൻ കർത്താവിൻ്റെ കുരിശൻ ചുവട്ടിലേക്ക് നിങ്ങളെ ആട്ടിപ്പായിക്കുന്നു. എല്ലാ ബന്ധനങ്ങൾ, എല്ലാ രോഗങ്ങൾ, എല്ലാ അസ്വസ്ഥതകൾ, എല്ലാ കലഹങ്ങൾ, നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന അപകടങ്ങൾ, മനസ്സിൻ്റെ തകർച്ചകൾ, മാനസികമായ പീഡകൾ, വിഷാദ രോഗങ്ങൾ, അകാരണ ഭയങ്ങൾ, ദുഃഖങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ആട്ടിപ്പായിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന വചനം എന്താണ് നമുക്ക് നോക്കാം. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം
29-30 വചനങ്ങളാണ്. വചനം പറയുകയാണ്, പൂർണ്ണ ഹൃദയത്തോടെ നീ കർത്താവിനെ ഭയപ്പെടുക, നീ കർത്താവിനെ ആശ്രയിക്കുക. കർത്താവേ എന്ന് ചങ്ക് പൊട്ടി വിളിക്കുമ്പോൾ ഈശോ ഉറപ്പായിട്ട് നിനക്ക് സുരക്ഷിതത്വം ഒരുക്കാൻ വരും. വചനം തുടരുകയാണ്, അവിടുത്തെ പുരോഹിതരെ ബഹുമാനിക്കുക, സർവശക്തിയോടുകൂടി സൃഷ്ടാവിനെ സ്നേഹിക്കുക, അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത്. ഹല്ലേലൂയ. സ്തുതിച്ചേ മക്കളെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് 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 പോരാ 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 പോരാ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നത് ഇറ്റാലിയൻ ഭാഷയിലാണ്. ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും പങ്കുചേർന്നോ? സ്പിരിറ്റോ del Signore, Spirito di Dio, Padre, Figlio, Spirito Santo, Santissima Trinità, Vergine Immacolata, angeli, arcangeli e santi del paradiso, scendete su di questo popolo, fondili Signore, plasmili Signore, riempili Signore, usali Signore, caccia via da loro le forze del male, annientale, distruggele, perché questo popolo possono stare bene e operare bene. Caccia via da loro i malefici, le stregonerie, le magie nere, le messe nere, le fatture, le legature, le maledizioni, il malocchio, l'infestazione diabolica, i riti satanici, i culti satanici, le consacrazioni a Satana. Spezza ogni legame con Satana e con tutte le persone legate a Satana, vive e defunde. Caccia via da loro le forze del male, l'infestazione diabolica, l'ossessione diabolica, la possessione diabolica, tutto ciò che è male, peccato, invidia, gelosia, rabbia, angoscia, disperazione. Brucia tutti questi mali nell'inferno, perché non abbiano mai più toccare loro e nessun altro creatore del mondo. എനിക്ക് ലഭിച്ച എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ, കത്തോലിക്ക സഭയുടെ നാമത്താൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ, അത്ഭുതകരമായ മോചനം നടക്കട്ടെ. O sangue d'acque scaturisce dal cuore di Gesù, come sorgente della misericordia per noi, confidiamo in te. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ കോഴിക്കോട് ടൗണിൽ അച്ഛനൊരു വലിയ ശുശ്രൂഷ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും സായാഹ്ന കൺവെൻഷൻ ഈ ദേവാലയത്തിൽ നടക്കാൻ പോവുകയാണ്. ജനുവരി 13 അച്ഛനത് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8:30 മണി വരെ. അതിനുശേഷം എല്ലാവർക്കും അച്ഛൻ വെഞ്ചരിച്ച് നൽകുന്ന നേർച്ചക്കഞ്ഞിയും. അപ്പം നിങ്ങൾ അതിനുശേഷം നിങ്ങൾക്ക് ട്രെയിനും ബസ്സും ഒക്കെ തൊട്ടടുത്ത് തന്നെയാണ്. സാഹചര്യങ്ങൾ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളിൽ എത്താൻ സാധിക്കും. അപ്പം മുൻകൂട്ടി തന്നെ നിങ്ങൾ സീറ്റൊക്കെ ബുക്ക് ചെയ്യുക. ജനുവരി 13 മുതലുള്ള ചൊവ്വാഴ്ചകളിൽ അച്ഛനിവിടെ ആ ശുശ്രൂഷ ആരംഭിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.